grams of calcium carbonate reacts with excess of HCl. നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. What volume of carbon dioxide is obtained at STP? STP യിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതിന്റെ മോളാർ വോളിയം നോക്കുന്നത് 22.4 ലിറ്റേഴ്സ് ആണ് അല്ലേ. സോ നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് CaCO3 കണ്ടുപിടിക്കുക. എന്ത് കാൽസ്യം കാർബണേറ്റിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഗിവൺ മാസ് 25 grams ആണ്, ഡിവൈഡഡ് ബൈ മോളാർ മാസ് 100 ആണ്. ഇവിടെ ഗിവൺ ആണ്. അതേപോലെ നമുക്കറിയാം ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 100 കിട്ടും. സോ അതിന്റെ ആൻസർ വന്നിട്ട് 0.25 മോൾസ് ഓഫ് CaCO3 ആണ്. ഇനി CO2 കാർബൺ ഡയോക്സൈഡിന്റെ മോൾസ് എന്തുമാത്രം മോൾസ് ആണ് CO2 പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് എന്നാണ് നോക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ നോക്കിക്കേ, ഒരു മോൾ ഓഫ് CaCO3 ഒരു മോൾ ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്. അപ്പൊ എന്താ ഇക്വേഷൻ വരുന്നത്? 1 മോൾ ഓഫ് CaCO3 പ്രൊഡ്യൂസസ് 1 മോൾ ഓഫ് കാർബൺ ഡയോക്സൈഡ്. അതുകൊണ്ടിട്ട് തന്നെ ഒരു മോൾ എന്ന് വെക്കുന്നത് ഒരു മോൾ ഓഫ് CaCO3 എന്താണ് 0.25. അപ്പൊ എന്തുമാത്രം CO2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 0.25 മോൾസ് ഓഫ് CO2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് കാൽക്കുലേറ്റ് വോളിയം ഓഫ് CO2 അറ്റ് STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം STP കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ മോൾസ് ഇൻറ്റു മോളാർ വോളിയം ആണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്ത് വോളിയം ഓഫ് CO2 എത്രയാണ്? 0.25 ആണ്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ തന്നെ എത്രയാണ് ഇതിനകത്ത് മോളാർ വോളിയം എത്രയാണ്? 22.4 ലിറ്റേഴ്സ് ആണ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5.6 കിട്ടും ആൻസർ. സോ വോളിയം ഓഫ് CO2 ഒബ്റ്റെയിൻഡ് അറ്റ് STP എന്ന് വെക്കുന്ന ആൻസർ 5.6 ആണ്. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ട് ബി ആണ്.